എൻ്റെ നാലാമത്തെ മലയാറ്റൂർ യാത്രയാണ് കേട്ടോ അത്. മുന്നൊക്കെ പോയിരുന്നത് ശരിക്കും മെയിൻ റോഡിൽ കൂടെയായിരുന്നു. ഇങ്ങനെ ഒരു കാട് ഏരിയ പിടിച്ചിരുന്നില്ല. പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ട് പോകാൻ നല്ല രസമുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഈ റൂട്ടിൽ കൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ റൂട്ടായതുകൊണ്ട് തീരെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ സമയം എന്ന് പറയുന്നത് ഞങ്ങളൊരു 2 മണി 2:30 പുറപ്പെട്ടത്. അപ്പോൾ ഈ സമയം അത്ര തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നാൾ മലയാറ്റൂർ വന്നിട്ട് ഇങ്ങനൊരു വ്യൂ കണ്ടിട്ടില്ല. മലയാറ്റൂർ അടിവാരത്തിന് മുന്നേ ഏകദേശം ഒരു ജലാശയം ഉണ്ട്. അതല്ലാതെ ഇങ്ങനൊരു വ്യൂ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മനോഹരമായിരുന്നു. അടിവാരത്തെത്തിയിട്ടുണ്ട്. നമ്മള് 5 മണി മുതൽ 8 മണി വരെയാണ്. വണ്ടി നമ്പർ AN40A6010. വണ്ടിയുടെ പേര് DC ബ്രോസ്. പിറകില് ബ്ലാക്ക് ബോർഡ് എഴുതിയിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ ഒരു വീഡിയോ എടുത്ത് വെച്ചു. മല ഇറങ്ങി വന്ന് എന്നെ തന്നെ അറിയില്ല. അപ്പോൾ പിന്നെ വണ്ടിയുടെ കാര്യം പറയണ്ടല്ലോ. നമ്മൾ മലയാറ്റൂർ സൈഡിലുള്ള കച്ചവടക്കാരൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തിരക്ക് കുറവാണ്. തിരക്ക് വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് നല്ല തിരക്ക് വരുന്നത്. സമയം 4:45 കേട്ടോ. 4:45 ഞങ്ങൾ മലയാറ്റൂർ മല കയറുമ്പോൾ പറയും 1-ാം സ്ഥലമാണ് ഏറ്റവും ടഫ് എന്ന്. എനിക്കും അതെ, 1-ാം സ്ഥലം തന്നെയാണ് ഏറ്റവും ടഫ്. 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2, 3, 4 വേഗത്തും. പിന്നെ എനിക്ക് ടഫ് വരെ 6-ാമത്തെയാണ്. അപ്പോൾ എന്നെ സഹായിച്ച ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. അവരുള്ളതുകൊണ്ട് 1-ാം സ്ഥലം കയറിയതേ ഞാൻ അറിഞ്ഞില്ല. പിന്നെ മഴ കൊണ്ട് നല്ല പച്ചപ്പും ഹരിതാപം ഉണ്ടായിരുന്നു, നല്ല മഴക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മല കയറാൻ പോവാണ്. ഏകദേശം ഒരു 5 മണിയോട് അടുത്തപ്പോഴേക്കും അടിവാരത്തുനിന്ന് കയറി തുടങ്ങി. 4:45, 5 മണിയോടുകൂടി ഇവരെ കൂടെ കയറിപ്പോയപ്പോഴാണ് കേട്ടോ 1-ാം സ്ഥലം, 2-ാം സ്ഥലം, 3-ാം സ്ഥലം ഒന്നും അറിഞ്ഞില്ല. ഇത്ര ഈസി ആയിട്ട് ഞാനൊരു മലയും 1-ാം സ്ഥലം 2-ാം സ്ഥലം കയറിയിട്ടില്ല. അത്ര ഈസി ആയിട്ട് ഇവരെ കൂടെ പോകാൻ പറ്റി. അയ്യോ, പൊന്മല കയറ്റം. മുത്തപ്പോ മുത്തപ്പോ പൊന്മല കയറ്റം. പൊന്മല കയറ്റം മുത്തപ്പോ. പൊന്മല കയറ്റം മുത്തപ്പോ. പൊന്മല കയറ്റം മുത്തപ്പോ. പൊന്മല കയറ്റം മുത്തപ്പോ. പൊന്മല കയറ്റം. പൊന്മല കയറ്റം മുത്തപ്പോ. മുത്തപ്പോ. അയ്യോ അയ്യോ, പൊന്മല കയറ്റം. പൊന്മല കയറ്റം. പൊന്മല കയറ്റം. ഏകദേശം 6 മണിയോടെ അടുത്ത് ഞാൻ മേലെ കയറി കേട്ടോ. മേലെ കയറി പ്രാർത്ഥിച്ച് ഈ സൈഡിൽ പോയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്ര നേരം അവിടെ ഇരിക്കാൻ പറ്റുന്നത്. സാധാരണ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. 2.5 മണിക്കൂർ എടുക്കും ഞാൻ മല കയറാൻ തന്നെ. ഇറങ്ങാൻ 1.5 മണിക്കൂർ എടുക്കും. ഇത്രയും വേഗം ഞാൻ കയറിയിട്ടില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഞാൻ കയറി ചെന്നിട്ടില്ല. ഞാൻ എന്നും രാത്രി ചെല്ലാറ്. 9 മണി 10 മണി സമയത്ത് എന്നും ചെല്ലാറ്. ഈ ടൈമിൽ ആദ്യമായിട്ട്. അപ്പോൾ കുറേ നേരം അവിടെ ഇരിക്കാൻ സമയം കിട്ടി. കുറച്ച് നേരം അവിടെ ഇരുന്നു. മലയ്ക്ക് ഇപ്പോഴങ്ങനെ കാണുന്നത്. കുറേ പേര് ഇറങ്ങുന്നുണ്ട്. എനിക്കത് വീണ്ടും ഇറങ്ങി കയറാനുള്ള ആവതില്ല. അതുകൊണ്ടാണ് അവിടെ ഞാൻ കയറിയില്ല, ഇറങ്ങിയില്ല. അവിടെ നിന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് കാറ്റൊക്കെ കൊണ്ടു പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു.
എന്റെ മാതാവേ, എന്തോ ആ പാപ്പനൊക്കെ കൊച്ചിനെ പിടിച്ച് കയറണുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സ്വയം കീണ്ടിച്ചാടാൻ തോന്നുന്നത്. ഒരുപാട് പേര് പുഷ്പ പോലെ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ ഞാൻ 6:45 ഞാൻ ഇറക്കം സ്റ്റാർട്ട് ചെയ്തു. ഇറങ്ങുമ്പോഴാണ് കയറുന്നവരെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. നമുക്ക് എന്തോ ഫീല് പോലെ ഇത്ര കയറി നമ്മൾ ഇറങ്ങിയില്ലോ എന്ന് തോന്നും. പിന്നെ ആ കുരിശ് ധർമ്മക്കോളാന്ന് ചോദിച്ചൊരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും മിണ്ടില്ല. നല്ല വെയിറ്റുള്ള കുരിശാണത്. ഇത് എങ്ങനെ കയറ്റുന്നു, എങ്ങനെ സാധിക്കുന്നതാവും ഇതൊക്കെ ഇങ്ങനെ കയറ്റാനായിട്ട്. താഴെ ചെന്നിട്ട് ഞാനൊരു ചുക്ക് കാപ്പി കഴിച്ചു. 10 രൂപയുള്ളൂ. പിന്നെ നേർച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ക്യൂ കണ്ടു. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് ലേറ്റ് ആയാലോ എന്ന് വെച്ചിട്ട് പിന്നെ അതിന് നിന്നില്ല. പിന്നെ കൂലിക്ക് സർബത്തും കഴിച്ചു. നല്ല ദാഹമായിരുന്നു താഴത്തേക്കും. ചന മസാല എന്തോന്നല്ല എൻ്റെ പേര്, അത് കഴിച്ചു. അപ്പോൾ വിശപ്പ് മാറി. പിന്നെ കുറച്ച് കൊന്തയും കാര്യങ്ങളും വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ബസ് തപ്പാൻ ഇറങ്ങി. ബസ് എവിടെ ഇട്ടേക്കണമെന്ന് അറിയില്ലല്ലോ, അത് തപ്പിയെടുക്കണ്ടേ. അപ്പോഴേക്കും ഒരു നേരം പോവും. പിന്നെ ഒത്തിരി ബസ് ഉണ്ട്, നല്ല തിരക്കായി. ഞങ്ങൾ വന്ന പോലെ അല്ലായിരുന്നു, നല്ല തിരക്കായി. അപ്പോൾ ബസ് തപ്പാൻ ഇറങ്ങി ഞാൻ. ബസ് തപ്പി പിടിച്ചാൽ ഞാൻ കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നല്ല കലക്കം മഴ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴയായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് മഴ കിട്ടിയില്ല. പക്ഷെ ഞാൻ റെയിൻകോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുട ഞാൻ പിടിച്ചില്ല. കുടയും പിടിച്ച് മല കയറാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കുട വണ്ടിയിൽ വെച്ച് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ റെയിൻകോട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കിട്ടിയില്ല എനിക്ക്. കുറേ പേർക്ക് മഴ കിട്ടിയിട്ടോ അവിടെ. അങ്ങനെ ഈ വർഷത്തെ മലയാറ്റൂർ യാത്ര കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഇതേപോലെ നോമ്പ് കാലത്ത് വരാൻ പറ്റുമെന്ന് അറിയില്ല. കുരിശുമുത്തപ്പൻ അനുവദിക്കുകയാണെങ്കിൽ വരാൻ പറ്റട്ടെ. മഴ പെയ്താക്കെ ചളി വെളിയായിട്ട് കിടക്കുകയാണ്. ഈ മഴയത്ത് എങ്ങനെ മല കയറും എന്നറിയില്ല, വഴുക്കോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ മഴയത്ത് മല കയറിയിട്ടില്ല. അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് വന്നു, കാരണം നല്ല മഴയായാറുണ്ട്. അങ്ങനെ ഈ വർഷത്തെ മലയാറ്റൂർ മല യാത്ര അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.